ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ ചർച്ചിനെ കുറിച്ച് അറിയുന്നതും ഞാൻ ചർച്ചിലേക്ക് വരുന്നതും. ഞാൻ ചർച്ചിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ആളുകളെ പറ്റിക്കാനായിട്ട് വെറുതെ അവർ പിടിച്ചിരുത്തുന്ന, ആളുകളെ കൂട്ടാനായിട്ട് വെറുതെ കാണിക്കുന്ന കൺകെട്ട് വിദ്യകളൊക്കെ പോലെയുള്ളതാണെന്ന് കരുതി 45 വയസ്സാവുമ്പോൾ ഓവറി എടുത്ത് കളയാന്നാണ് പറഞ്ഞത്. സ്കാൻ ചെയ്യുമ്പോഴൊക്കെ മുഴ എവിടെ ഉണ്ടായിരുന്നു. എന്നോട് ഇങ്ങോട്ട് തൂത് പറഞ്ഞു, നിങ്ങളുടെ വയറിന്റെ വലതുവശത്ത് നിങ്ങൾക്ക് തൊട്ടാൽ അറിയുന്ന ഒരു തടിപ്പ് പോലൊരു സാധനമുണ്ട്. സാക്ഷിയായി തീരണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പോയി സ്കാൻ ചെയ്തു. റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഇതിൽ മുഴകളുള്ളതായിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാം നോർമലായതിന്റെ റിസൾട്ടാണ് ഒരെണ്ണം. റിസൾട്ടുമായിട്ട് വന്നേക്കാണ്. 3 ഡോക്ടർമാർ ഒരേപോലെ പറയുകയാണ് ആമേ ശരീരത്തിലെ മുഴ മാറിപ്പോയി. അത് കഴിഞ്ഞ് 3-ാം ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു. എൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. തിരിച്ചടയ്ക്കേണ്ടാത്തതാണ് ആ 1 ലക്ഷം രൂപ. നമ്മളോടൊപ്പം ആയിരിക്കുന്നത് സുമ സിസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. സുമ സിസ്റ്റർ എവിടെ നിന്നാണ് സിസ്റ്റർ വരുന്നത്? പീച്ചി ഡാമിൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യം പറയാനുള്ളത് 5 വർഷമായിട്ട് 2 ഓവറിയിലും മുഴയുണ്ടായിരുന്നു. കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ് അല്ലേ? മെയ് മാസം ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്തു. ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് എത്ര നാളുകൾക്ക് മുമ്പാണ് ഈ മുഴയുണ്ടെന്ന് അറിഞ്ഞത്? 2020 മുതൽ 2 ഓവറിയിലും മുഴയുണ്ടായിരുന്നു. 2020 മുതൽ 2 ഓവറിയിലും മുഴയുണ്ടായിരുന്നു. അതിൻ്റെ നല്ല പ്രയാസങ്ങളുണ്ടായിരുന്നു എനിക്ക്. സ്കാൻ ചെയ്യുമ്പോഴൊക്കെ മുഴ എവിടെ ഉണ്ടായിരുന്നു. ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് പോയത്? മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അവിടെ മാത്രമാണ് പോയത്. ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞത് 45 വയസ്സാവുമ്പോൾ ഓവറി എടുത്ത് കളയാന്നാണ് പറഞ്ഞത്. യൂട്രസ് റിമൂവ് ചെയ്തു. അപ്പോൾ ഓവറി കളഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പോൾ 2 ഓവറിയിൽ മുഴകളുണ്ട്. 45 വയസ്സാകുമ്പോൾ കളയാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണോ നമ്മുടെ മീറ്റിങ്ങിൽ വരുന്നത്? ഞാൻ തൃശ്ശൂർ ചർച്ചിൽ 5 വർഷമായി വന്നു തുടങ്ങിയിട്ട്. എല്ലാ സൺഡേയും ചർച്ചിൽ വരാറുണ്ട്. എന്നിരുന്നാലും 2024 മെയ്യിൽ ഞാൻ ഡെലിവറൻസ് ക്യാമ്പിന് തിരുവനന്തപുരത്ത് പോയി. ഞാനും എൻ്റെ മകളും ക്യാമ്പിന് പങ്കെടുത്തു. ആ പങ്കെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായോ? ബ്രദറ്, എൻ്റെ മകൾക്കൊരു വയറുവേദന ഉണ്ടായിരുന്നു. മകൾ ആ ക്യാമ്പിന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മകൾക്കുള്ളിൽ തോന്നി ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടണം എന്നുള്ള തോന്നൽ വന്നു. ബ്രദറിന് അത് മനസ്സിലായി. ബ്രദറ്, ഞങ്ങൾ കുറച്ച് ബാക്കിലിരുന്നേ, എന്നാലും ബ്രദർ എൻ്റെ മകളെ മുന്നോട്ട് വിളിച്ചു. ആ മകള് മുന്നോട്ട് വരാൻ പറഞ്ഞു. മകളുടെ കൂടെയുള്ള ആളും മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ മകളും മുന്നോട്ട് പോയി. മകൾക്ക് വയറുവേദന തോന്നി. മകൾക്ക് ഇറങ്ങി ഓടാൻ തോന്നിയോ എന്ന് ബ്രദർ ചോദിച്ചു. മകള് പറഞ്ഞു അതെ എനിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു. ബ്രദർ അപ്പോൾ തന്നെ മകൾക്ക് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിന്റെ അമ്മയാണോ അപ്പുറത്ത് നിൽക്കുന്നേ? ആരെങ്കിലും വന്നോ? അടുത്ത് നിൽക്കുന്ന ആരാ? അവിടെ നിന്ന് ഇവിടെ വയറ്റിലേക്ക് ഒരാൾ കൈവച്ചേ. ആ പൈശാചിക ശക്തികൾ അഴിയട്ടെ. ഞാൻ നിന്നെ വിളിച്ചൊരു കാരണമുണ്ട്. നിനക്ക് ശക്തമായ വയറ്റിനകത്ത് അസ്വസ്ഥതകൾ വരും. ഇന്ന് പകൽ നീ സൗഖ്യമാകാൻ പോവാ. ഇന്ന് നീ ഇവിടെ വരുമ്പോഴും ഇവിടെ ഈ ഹോളിൽ നിൽക്കുമ്പോഴും വയറ്റിനകത്ത് ചില അസ്വസ്ഥതയായിട്ടാ നീ നിൽക്കുന്നേ. നീ പല പ്രാവശ്യം ചിന്തിച്ചു ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ചിന്തിച്ചു. കാരണം അത്രത്തോളം പ്രശ്നമോ ആണ്? അല്ല, അതെ, യേശു ഇപ്പൊ നിന്നെ സഖ്യമാക്കുക. നീ പേടിക്കുന്ന കാര്യം ഇപ്പോൾ തീരുവാ. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞു. യേശു എന്ന് വിളിച്ച് അവിടുത്തെ ശക്തി അലിക്കട്ടെ. മകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ഇങ്ങോട്ട് തൂത് പറഞ്ഞു. എന്നോട് തൂത് പറഞ്ഞു, സിസ്റ്ററുടെ വയറിന്റെ വലത് ഭാഗത്ത് ഒരു തടിപ്പുണ്ട്, ഇന്നത് മാറിപ്പോകും എന്ന് എന്നോട് പറഞ്ഞു. ജോൺ ബേർ ദൂത് പറയുന്ന സമയത്ത് ശരീരത്തിൽ എന്തെങ്കിലും അനുഭവപ്പെടുകയോ എന്തെങ്കിലും ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ അനുഭവപ്പെടുകയോ ചെയ്തായിരുന്നോ? എനിക്ക് ബ്രദർ ആ ദൂത് പറഞ്ഞിരുന്ന സമയത്ത് കഴുത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു വേദന ഇറങ്ങുമായിരുന്നു. പിന്നീട് എനിക്ക് ആ വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രദർ ഇത് പറഞ്ഞതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം മാറിപ്പോയി. ആ സമയത്ത് തന്നെ മാറിപ്പോയി. ചേച്ചിയുടെ ചേച്ചിക്ക് കഴുത്ത് കൊണ്ട് ചലിപ്പിക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ കഴുത്തിനും തോളിനും നീർക്കെട്ട് വന്നു. അതുപോലെ കഴുത്തിന് വേദന വന്നു. ഒരു സാധനം കൈ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല.
ഒരു സാധനം എടുക്കാൻ ഒക്കത്തില്ല, അടുക്കളയിൽ പോലും ഒരു കാര്യം എടുക്കാൻ ഒക്കത്തില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോ കൈക്കകത്ത് വേദനയാ. അങ്ങനെയാ, ഒന്നും എടുക്കാൻ കഴിയില്ല, ഇങ്ങനെ ഒന്നും കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി എടുക്കാൻ കഴിയില്ല. അപ്പൊ വേദന വരും, പിന്നെ അനങ്ങാൻ കഴിയാതാവും. ഒരു സാധനം എടുക്കാൻ ഒക്കത്തില്ല. എന്നാൽ കർത്താവിന്റെ ആത്മാവിനോട് പറയുക, ഇപ്പൊ നിങ്ങൾ സഖ്യമാകുക. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ് യേശുവിന്റെ അത്ഭുത കരത്തൊടുവോ. ഞാൻ 2 കാര്യം കൂടെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പൊ നിങ്ങൾ സൗഖ്യമാവും. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിന്റെ വലതുവശത്ത് നിങ്ങൾക്ക് തൊട്ടാൽ അറിയുന്ന ഒരു തടിപ്പ് പോലൊരു സാധനമുണ്ട്. തടിപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നെയ്യപ്പത്തിന്റെ വലിപ്പമുണ്ട്. കൊച്ചു പേരൊക്കെ ഇരിക്കണ പോലെ ഇരിക്കുക. വേദനയുണ്ട്, ഭാഗത്ത് ഭയങ്കര വിഷമങ്ങളുണ്ട്. യേശുവിന്റെ കരം നിങ്ങളെ സൗഖ്യമാക്കുക. ആമേൻ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. നിങ്ങളുടെ കഴുത്ത് സൗഖ്യമാകുക, നിങ്ങളുടെ വയറിലെ പ്രശ്നം മാറുക. എന്നാൽ നിങ്ങൾ വന്നത് നിങ്ങളുടെ വീട്ടിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറാനാണ് നിങ്ങൾ വന്നത്. ഇത് 2 നിങ്ങൾക്കൊരു തെളിവാണ്. ഈ മെയ് മാസത്തോട് കൂടെ നിങ്ങളുടെ വീട്ടിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ ഒരു ഫ്രീഡം ഉണ്ടാകുക. ദൈവശക്തി ചലിക്കട്ടെ. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയായിരുന്നോ? പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ചെക്കപ്പിന് പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല. എനിക്ക് തോന്നി ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെ ചെക്കപ്പിന് പോകണ്ടില്ല. അവൻ നമുക്ക് അതിനായിട്ട് ക്ഷീണം നമുക്ക് വരുത്തില്ല എന്ന് ചേർത്ത് ഞാൻ ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങി. കഴിഞ്ഞ മാസം എനിക്ക് തോന്നി ഇപ്പോൾ സ്കാൻ ചെയ്ത് ഡോക്ടറെ ഇന്ന് കാണിക്കാം, സാക്ഷ്യത്തിനായിട്ട്, വലിയൊരു സാക്ഷ്യത്തിന് ചിലപ്പോൾ ഞാൻ വലിയൊരു സാക്ഷിയായി തീരും എന്നെനിക്ക് തോന്നി. തോന്നുന്നു. കാരണം കർത്താവിന്റെ കൃപയിൽ ഇപ്പോൾ ആകുന്നുണ്ട്, എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ആ തോന്നലുകളൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ്. എനിക്കൊരു ഒരു സാക്ഷിയായി തീരണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പോയി സ്കാൻ ചെയ്തു. റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്ക് ഇതിൽ മുഴകളുള്ളതായിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. കൈകളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പോരെ എല്ലാവരും കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറയും. ആ സമയത്ത് എന്താ തോന്നിയത്? ആ സമയത്ത് ഞാൻ ഡോക്ടറോട് വീണ്ടും ചോദിച്ചു, മേഡം എൻ്റെ ഈ മുഴകൾ അവിടെ കാണാല്ലേ? അമ്മ കാണാല്ലേ, അമ്മ സന്തോഷിക്കുക എന്നൊരു ഡോക്ടർ വീണ്ടും പറഞ്ഞു. ഈ കൈകളിലൊക്കെ ഇരിക്കുന്ന എന്തുവാണ്? കൈകളിലിരിക്കുന്നത് ഒരെണ്ണം മാറിപ്പോയതിന്റെ റിസൾട്ടാണ്. എല്ലാം നോർമലായതിന്റെ റിസൾട്ടാണ് ഒരെണ്ണം. റിസൾട്ടുമായിട്ട് വന്നേക്കാണ്. ഡോക്ടർമാർ ഇപ്പോൾ ഈ റിസൾട്ട് നോക്കിയിട്ട് എന്താ പറയുന്നത്? ഡോക്ടർ പറഞ്ഞു അതില് മുഴകളില്ല, അങ്ങനെ ഒരു മുഴകളുണ്ടെന്ന് അതിൽ കാണുന്നില്ല, മുഴ ഉള്ളതായിട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. എല്ലാം നോർമലാണെന്നാണ് പറഞ്ഞത്. ഈ ഡോക്ടറിനെ തന്നെയാണോ മുന്നേ കാണിച്ചത്? മുന്നേ കാണിച്ചത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെയാണ്. ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് മുഴയില്ല എന്നാ പറയുന്നത്. മുഴയില്ലെന്നാണ്. ഞാൻ വീണ്ടും എൻ്റെ വീടിനടുത്തൊരു ഗൈനക്കോളജി ഡോക്ടർ ഉണ്ടെന്നു വീണ്ടും അതിനെ കൊണ്ട് കാണിച്ചു. കാരണം എനിക്ക് സാക്ഷ്യം പറയണമല്ലോ എന്നോർത്ത് അതിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എല്ലാം നോർമലാണ്, ഒന്നും പേടിക്കാനില്ല എന്നാണ്. ഒരു ഡോക്ടറിനെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞത് മുഴ മാറിപ്പോയി. അത് ഒന്നുകൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ പറഞ്ഞു എല്ലാം നോർമലാണ്, ഒന്നും പേടിക്കാനില്ലെന്ന്. ആ ഡോക്ടറും പറഞ്ഞു നോർമലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ചർച്ചിലെ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ആക്ഷ, ആ ഡോക്ടർക്ക് എൻ്റെ റിസൾട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല ആൻറ്റി, എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പൊ 3 ഡോക്ടർമാർ ഒരേപോലെ പറയുകയാണ് ആമേ ഒരിക്കൽ മുഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥനയുടെ ഫലമായി ആമേ മുഴ മാറിപ്പോയി എന്ന് ഒരു ഡോക്ടറല്ല 3 ഡോക്ടർമാർ ഒരേപോലെ പറയുകയാണ് ആമേ ശരീരത്തിലെ മുഴ മാറിപ്പോയി. ഒരു ചോദ്യം, ഇത് കർത്താവാണ് ചെയ്യുന്ന ഉറപ്പാണോ? കർത്താവാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ആമേൻ. ആൻറ്റി എത്ര നാളായിട്ട് കർത്താൻ സഭയിൽ കൂടി വരുന്നു? ഞാൻ 5 വർഷമായിട്ടുണ്ട് തൃശ്ശൂർ ചർച്ചിൽ വരുന്നു. ഈ നാളുകളിലൊക്കെ നമ്മുടെ സഭയുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ 5 വർഷത്തോളമായി അല്ലേ? അതെ. നമ്മുടെ ഈ മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഈ മിനിസ്ട്രിയെക്കുറിച്ച് എന്താണ് ആൻറ്റിക്ക് പറയാറുള്ളത്? ഈ ഞാൻ ചർച്ചിനെ അറിഞ്ഞു വന്നത് വളരെ വിഷമത്തോടെയാണ്. കാരണം എന്ത് വിഷമമായിരുന്നു ആ സമയത്ത്? അന്ന് എനിക്ക് മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കടഭാരം ഉണ്ടായിരുന്നു. ആ കടഭാരത്തിന് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ ചർച്ചിനെ കുറിച്ച് അറിയുന്നതും ഞാൻ ചർച്ചിലേക്ക് വരുന്നതും. ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചും വിചാരപ്പെട്ടും ഇരിക്കുന്ന സമയത്താണ് ഈ ചർച്ചിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഞാൻ ചർച്ചിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ചർച്ചിൽ അന്നൊരു അനിത സിസ്റ്റർ ആയിരുന്നു ഞങ്ങൾ ചർച്ചിൽ, തൃശ്ശൂർ ചർച്ചിൽ. ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ആകെ വിഷമമാണ്, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, എനിക്ക് ജീവിക്കണമെന്നില്ല എന്ന് പറഞ്ഞു.
സിസ്റ്റർ പറഞ്ഞു ഭാര്യപ്പെടേണ്ട സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ആഴ്ച ചർച്ചിൽ വരുന്നില്ല, ഇത് വെറുതെ തോന്നുന്നതാണ്, ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ അഭിനയിക്കുന്നതാണ്, ഞാൻ ഇനി പോകുന്നില്ല എന്ന് കരുതി. പിറ്റേ ആഴ്ച ശനിയാഴ്ച എനിക്ക് തോന്നി രാത്രി നാളെ പോകണം എന്ന് തോന്നി. പിറ്റേ ദിവസം ഞാൻ ചർച്ചിൽ വന്നു. അത് കഴിഞ്ഞ് 3-ാം ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു. എൻ്റെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. നമ്മുടെ അകത്തുണ്ടാകുന്ന തോന്നലുകളൊന്നും അമ്മ വെറുതെ ഉണ്ടാകുന്നതല്ല, അത് സർവശക്തന്റെ കരമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ തിരുവുള്ളം കനിയാതെ ആർക്കും ഉണ്ടാകത്തില്ല. അപ്പൊ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ ആ ഒരു സഹോദരി മുഖാന്തരം ഈ ചർച്ചിലേക്ക് കടന്നു വന്നു. ആമേ വന്ന സമയത്ത് ഒത്തിരി തെറ്റായ തോന്നലുകൾ ഉണ്ടായി അല്ലേ? അതൊന്നുകൂടെ പറയാമോ? ഞാൻ ചർച്ചിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ആളുകളെ പറ്റിക്കാനായിട്ട് വെറുതെ അവർ പിടിച്ചിരുത്തുന്ന, ആളുകളെ കൂട്ടാനായിട്ട് വെറുതെ കാണിക്കുന്ന കൺകെട്ട് വിദ്യകളൊക്കെ പോലെയുള്ളതാണ് കരുതി. സ്തോത്രം. ഞാൻ അങ്ങനെ പക്ഷേ അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷെ അതിനെ അങ്ങനെ അല്ല എന്ന് പ്രൂഫ് ചെയ്യുന്ന വിധത്തിൽ ദൈവം പ്രവർത്തിച്ചു. 3-ാം ദിവസം എൻ്റെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ വന്നു. എനിക്ക് തിരിച്ചടക്കേണ്ടാത്തതാണ് ആ 1,00,000 രൂപ. ആമേൻ. ദൈവം എത്ര വിശ്വസ്തനാണ്. ആമേ. അങ്ങനെ ഇപ്പോൾ 5 വർഷത്തോളം ദൈവസഭയുമായിട്ട് ചേർന്നിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ മുഴകൾ മാറിപ്പോയി. 3 ഡോക്ടർമാർ ഒരേപോലെ പറഞ്ഞു മുഴ അവിടെ ഇല്ല എന്ന്. എന്നൊക്കെ ഈ നാടുകളിലൊക്കെ ആൻറ്റി ദൈവവചനം കേൾക്കുന്നു, ദൈവസഭയിൽ കൂടി വരുന്നു. ജോൺ ബാറിൻ്റെ ശുശ്രൂഷയിലൂടെ പല അനുഭവങ്ങളും ആത്മീയ ബലങ്ങളും ഒക്കെ ആൻറ്റി അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജോൺ ബാറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആത്മീയ പിതാവ്, ഇത്രയും നമ്മളെ കരുതുന്ന ഒരു ആത്മീയ പിതാവ്, നമുക്ക് ദൈവീകമായിട്ട് ദൈവം നമുക്ക് വേണ്ടി കരുതിയതാണ് നമ്മുടെ ആത്മീയ പിതാവിനെ. ആ ആത്മീയ പിതാവ് നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആത്മീയ പിതാവിനെ നമുക്കിനി ഇതേപോലൊരു പിതാവിനെ നമുക്ക് കിട്ടിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇത് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരോട് അവരെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകളൊന്നും കിട്ടണമെന്നൊന്നുമില്ല. അതേപോലെ ആൻറ്റിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ്. ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ദൈവമൊക്കെ ഇത് കർത്താവ് ചെയ്തതാണ്. ഈ കർത്താവിനെ കുറിച്ചൊരു വാക്ക് പറയാമോ ആൻറ്റിക്ക്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ സൗന്ദര്യമോ പണമോ ധനമോ ഒന്നുമല്ല. നിന്റെ കർത്താവിന് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. അവൻ നിന്റെ കരം പിടിച്ചാൽ ആ കരം പിടിക്കാൻ ആർക്കുമാവില്ല. ഹല്ലേലൂയ. കൈകളെ അടിച്ച് അതരങ്ങളെ തുറന്ന് നമ്മുടെ കർത്താവ് ഉപേക്ഷിക്കുന്നവനല്ല. അവൻ്റെ അടുക്കൽ ആര് വന്നാലും അവൻ ചേർത്ത് പിടിക്കുന്നവനാണ്. ഇന്ന് ഈ സഹോദരി നമ്മോട് പറയുന്നത് കണ്ടോ, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ വേറൊരു വ്യക്തി മുഖാന്തരം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം അത്ഭുതങ്ങളാൽ, അനുഭവങ്ങളാൽ, അതിശയങ്ങളാൽ കർത്താവ് നിറച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എല്ലാവരും ഉറക്കെ പറഞ്ഞേ, എന്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ വിശുദ്ധനാണ്, അവന്റെ കൈകൾ കുറുകി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന എല്ലാവരും കൈകളെ അടിച്ച് അതരങ്ങളെ തുറന്നു പറ, യേശു വിശ്വസ്തനാണ്, യേശു വിശ്വസ്തനാണ്.